അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ പുടിൻ ട്രംപ് കൂടിക്കാഴ്ച മല എലിയെ പ്രസവിച്ച പോലെയായി. പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. 3-3.25 മണിക്കൂർ ഇവർ മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞു എന്നുള്ളതല്ലാതെ വേറെ ഒരു കാര്യവും ഉണ്ടായില്ല. രണ്ടുപേരും കൂടെ പുറത്തിറങ്ങി വന്നിട്ട് അവിടെ പത്രസമ്മേളനത്തിന് പന്തലൊക്കെ ഇട്ടിരുന്നു. പന്തലപ്പം വലിയ പോഷ് ഹോള് കേട്ടോ. അവിടെ നിന്ന് പ്രസംഗിച്ചു രണ്ടുപേരും. വളരെ ചെറിയ പ്രസംഗം. പുടിനാണ് ആദ്യം തുടങ്ങിയത്. പുടിൻ പറഞ്ഞു അമേരിക്ക വളരെ നല്ലൊരു രാജ്യമാണ്. പ്രത്യേകിച്ച് അവരുടെ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് തങ്കപ്പെട്ടൊരു മനുഷ്യനാണ്. ആകെ ഒരു പ്രശ്നം എനിക്ക് പറയാനുള്ളത്, ഈ യുക്രൈനും യൂറോപ്പും ഒക്കെ കൂടെ വേണ്ടാത്ത കുത്തിത്തിരിപ്പും കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ കാര്യങ്ങൾ നമുക്ക് ലോകത്ത് ഭംഗിയായിട്ട് നടന്നു പോകും. ഇത്രയും പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? കുറേ അധികം പുള്ളി അമേരിക്കയെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞു. ബട്ട് അതിനിടയ്ക്ക് ഈ ഒരു ഭീഷണിയും ആ സെലൻസ്കിയോടും മറ്റേ കക്ഷികളുണ്ടല്ലോ യൂറോപ്പിലെ കീർ സ്റ്റാർമർ, മാക്രോൺ, അവനൊക്കെ മര്യാദയ്ക്കിരിക്കാൻ പറ എന്നൊരു ഭീഷണിയും. ഇത് കഴിഞ്ഞാണ് ട്രംപ് പ്രസംഗിച്ചത്. ഞാനിതൊക്കെ കണ്ടിട്ട് നിങ്ങളോട് പറയണം കേട്ടോ. ഇതിലപ്പുറം എന്തൊക്കെയോ സംഭവിച്ചു എന്ന് ചാനലുകൾ കൊട്ടിഘോഷിക്കുന്നു എന്നെനിക്ക് സംശയമുള്ളതുകൊണ്ട് ഞാൻ തന്നെ ഉറക്കമുളച്ചിരുന്ന് ഇതൊക്കെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടതാണ്. അപ്പോൾ പുടിൻ സംസാരിച്ച് കഴിഞ്ഞിട്ട് ട്രംപ് സംസാരിച്ചു. ട്രംപിന് ചെറിയൊരു സങ്കടഭാവം ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഇതിൽ പുള്ളിയുടെ ആ ഫ്ലെയിം ബോയൻസ് കണ്ടില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒന്നല്ല, ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഒന്നിലധികം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ഞങ്ങൾ ധാരാളം ഞങ്ങൾ ചർച്ച ചെയ്തു. ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞുമുള്ള സെൻറ്റൻസസ്. ഇനിയും പുരോഗതി ബാക്കിയുണ്ട്. കഷ്ടമായിപ്പോയി. ഞങ്ങൾ വിചാരിച്ചത്രയും മുന്നേറാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ശരി, എത്ര മുന്നേറി എന്ന് ചോദിച്ചാൽ അതിനും ട്രംപിന് ഉത്തരവില്ല. ഒരു മുന്നേറ്റവും ഉണ്ടായില്ല. 3-3.25 മണിക്കൂർ ഇവർ മസിൽ പിടിച്ചിരുന്നതല്ലാതെ ഒരു മണ്ണാങ്കട്ടയും ഉണ്ടായില്ല. ലോകരാജ്യങ്ങൾ മുഴുവൻ ശ്വാസം നെറുകുന്തലയിൽ കയറി നോക്കിക്കൊണ്ടിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിക്കാൻ സാധ്യതയുമില്ല. കാരണം ഈ ട്രംപ് ഈ വെറുതെ ഗുണ്ടടിക്കുന്നതല്ലാതെ ഇതൊക്കെ കേട്ട് ആരെങ്കിലും പേടിക്കുമോ? അങ്ങനെ വരുന്ന വഴിക്ക് തന്നെ പറഞ്ഞു, ഈ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് പുടിൻ കേട്ടില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതനം ഉണ്ടാകും. ഇതൊക്കെയാണ് പുള്ളിയുടെ വാചകം. ഇത് കേട്ട് കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ചൊറിയും. എന്നാൽ പിന്നെ താനങ്ങ് പ്രത്യാഘാതനം ഉണ്ടാക്കണോ എന്ന് പറഞ്ഞിട്ട് സ്ഥലം വിടാനല്ലേ തോന്നുള്ളൂ. അങ്ങനെയൊക്കെ തന്നെ കലാശിച്ചു. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഞങ്ങൾ ഇനിയും ചർച്ച ചെയ്യും. ഈ ചർച്ച കൊണ്ട് തീർന്നില്ല, ഇനിയും ഞങ്ങൾ ചർച്ച ചെയ്യും. അവിടെ മാത്രം പുടിനൊന്ന് ഇടയ്ക്ക് കയറിയിട്ട് പറഞ്ഞു, അടുത്ത ചർച്ച റഷ്യയിൽ എന്ന് പറഞ്ഞു. ചിരിച്ചോണ്ടാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു ഇടയിൽ കയറ്റമുണ്ടല്ലോ, മൊത്തം ആ ചർച്ചയിൽ അപ്പർ ഹാൻഡ് പുടിനായിരുന്നു എന്നുള്ള തോന്നൽ, അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായത്. ആ നടപ്പും ആ വരവും പിന്നെ നമ്മുടെ സിനിമാ നടൻ ഇന്നസെൻ്റ് പറഞ്ഞ പോലെ ആ ഇതും ആ എന്തും ഒക്കെ നോക്കിക്കഴിയുമ്പോൾ പൊതുവെ പുടിൻ അപ്പർ ഹാൻഡ് തന്നെയായിരുന്നു. കാരണം ഈ നെഗോസിയേഷൻസ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ട്രംപ് പറഞ്ഞതിന് പുടിൻ വഴങ്ങിയില്ല എന്നാണ്. ട്രംപ് വൺ സൈഡായിട്ടൊരു ഡിമാൻഡ് വയ്ക്കുകയാണല്ലോ. നീ യുദ്ധം നിർത്ത്, നീ അങ്ങോട്ട് പോ, ഇവൻ ഇങ്ങോട്ട് പോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആജ്ഞാപിക്കും. അതനുസരിച്ച് ചെയ്യണം. നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ കാര്യത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ പുള്ളി ആജ്ഞാപിച്ചു. പോയി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ബഫൂണായിട്ട് മാറിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഈ ചർച്ചകൾ ചീറ്റിപ്പോയി എന്നുള്ളത്. ഞാനും അത് തന്നെ വിചാരിച്ചിരുന്നു. എന്നാൽ പിന്നെ ഞാനിത് ഉറക്കളച്ചിരുന്ന് കണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ. കാരണം നേരം വെളുത്ത് വരുമ്പോഴത്തേക്ക് ഒരുപാട് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചുള്ള വലിയ വാർത്തകളൊക്കെ വരും. അതൊക്കെ നമുക്ക് കൗതുകത്തോടെ കാണാം. എന്നാലും
അതിൻ്റെ രത്നച്ചുരുക്കം എന്താണെന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇത് അറിയാൻ ശ്രമിച്ചത്, അതുകൊണ്ടാണ് നിങ്ങളെ അറിയിച്ചത്. ഏതായാലും സ്റ്റാറ്റസ് കോ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിനർത്ഥം ഭാരതത്തിന് മേൽ കൂടുതൽ തീരുവ ട്രംപ് ചുമത്തും എന്നാണ്. ട്രംപ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, അലാസ്കയിലെ ചർച്ച പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് നേരെ ഞാൻ കൂടുതൽ ടെറിഷ്യറി താരിഫ് അപ്ലൈ ചെയ്യും. അല്ലേ? അങ്ങേര് വേറൊരാളുമായിട്ട് ചർച്ച ചെയ്യുന്നു, അത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചത്ത് കയറും. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് കാര്യമെന്താണെന്ന് ട്രംപ് വിശദീകരിക്കുകയുണ്ടായി. ഈ അലാസ്ക സംഭവം കൊണ്ട് അങ്ങനെ ചില പ്രയോജനമൊക്കെ ഉണ്ടായി. ട്രംപ് ഒരുപാട് വാചകം അടിച്ചു ഈ മീറ്റിങ്ങിന് മുമ്പ് വിമാനത്തിലിരുന്നു അവിടെ ഇരുന്നുമൊക്കെ. അപ്പോൾ ട്രംപ് ഓർക്കാതെ പറഞ്ഞുപോയി, ഈ ഇന്ത്യയെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ റഷ്യ കുറേശ്ശെ പ്രതികരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയെ ദ്രോഹിക്കുന്നത്. ഇപ്പോൾ പുടിൻ അലാസ്കയിൽ വരാമെന്ന് പറഞ്ഞത് തന്നെ ഞാൻ രണ്ടാമത്തെ 25% ഇന്ത്യക്ക് അടിച്ചപ്പോഴാണ്. ആദ്യത്തെ 25-ൽ പുടിൻ അനങ്ങിയില്ല. താരിഫ് 25% പുടിൻ അനങ്ങിയില്ല. ഒന്ന് ഇളകി, പക്ഷേ സംസാരിക്കാൻ തയ്യാറല്ല. രണ്ടാമത്തെ 25 കൂടെ കയറി കൊടുത്തു ഇന്ത്യക്ക് താരിഫ്. അപ്പോൾ ഇന്ത്യക്ക് താരിഫ് 50. അപ്പോൾ പുടിൻ ഇളകി. പുടിൻ ഇളകി കഴിയുമ്പോൾ പുടിൻ തുള്ളുമല്ലോ, ഈ സർപ്പം തുള്ളലിന് തുള്ളുന്ന പോലെ. അപ്പോൾ അത് തുള്ളി അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് നമ്മുടെ ട്രംപിൻ്റെ ഒരു ചേട്ടനുണ്ടല്ലോ വിറ്റ്കോഫിനെ നേരത്തെ റഷ്യയിലേക്ക് അയച്ചത് അതിനാണ്. വിറ്റ്കോഫ് അവിടെ ചെന്നു. ട്രംപ് ഇങ്ങനെ അറുതല തുള്ളുന്ന കണ്ടിട്ട് 2 കുടം വെള്ളമൊക്കെ എടുത്തിട്ട് ട്രംപിൻ്റെ തലവഴി ഒഴിച്ചിട്ട് പറഞ്ഞു, സമാധാനിക്ക്, നമുക്ക് ചെയ്യാം. അപ്പോൾ പുടിൻ പറഞ്ഞു, എനിക്ക് അലാസ്കയ്ക്ക് പോകണം. ശരി, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പുടിൻ അലാസ്കയിൽ വന്നതെന്നും ഇതിൻ്റെ മൂലകാരണം നരേന്ദ്രമോദി എന്നുള്ള നരാധമനാണ് എന്നും ഫാസിസ്റ്റ് സവർണ മൂരാച്ചി എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ഇപ്പം ഇതിൻ്റെ ബേസിസിലാണ് ഈ താരിഫ് വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ പുടിന് ശ്വാസം മുട്ടലുണ്ടാകുമെന്നും അങ്ങനെ പുടിനെ വരച്ചവരയിൽ നിർത്താമെന്നുമാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ത്യക്ക് മേൽ ഒരു 500% താരിഫ്, അതും കൊണ്ടൊരു സെനറ്ററോ സിൻഡിക്കേറ്റോ ആരാണ്ട് നടപ്പുണ്ടല്ലോ അമേരിക്കയിലെ ഒരാൾ, ഭാരതത്തിന് മേൽ 500% താരിഫ് അടിക്കണമെന്ന് പറഞ്ഞാണ് പുള്ളിയുടെ പ്രമേയം വരുന്നെന്നോ അത് പാസ്സാക്കാൻ പോകുന്നെന്നോ എൻ്റെ ദൈവം എനിക്കറിയില്ല. അങ്ങനെ ഒരു വിദ്വാൻ അവിടെ നടപ്പുണ്ട് കേട്ടോ. അയാൾ വെറുതെ വഴിപോക്കനൊന്നുമല്ല, അവിടുത്തെ എന്തോ വലിയ ഗുലാണ്ടറാണ്. അത് എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അവിടെ പല ഇതുണ്ടല്ലോ, കോൺഗ്രസ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അതിനകത്തെ വലിയ ഉസ്താദാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 500% എന്ന് പറയുമ്പോൾ നിങ്ങൾ തമാശയാണെന്ന് വിചാരിക്കണ്ട. ഞാനിതിനകത്ത് ഈ മൊത്തം ഈ ഒരു അപഹാസ്യ അസംബന്ധ നാടകം കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു പോകുന്നത്. അല്ലാതെ ഞാൻ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പറയുന്നതല്ല. 500% താരിഫ് ചിലപ്പോൾ അമേരിക്ക അടിച്ചെന്നിരിക്കും. അപ്പോൾ അങ്ങനെ അടിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ പുടിൻ എന്ത് ചെയ്യും? അടുത്ത മീറ്റിംഗ് മോസ്കോയിൽ, അതായത് റഷ്യയിൽ ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ ആയിരിക്കും. അതുടനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ മീറ്റിംഗ് കഴിഞ്ഞ പാടെ ശരവേഗത്തിലാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് എടുത്തിട്ടില്ല, പുടിൻ ചാടി ഓടി പുള്ളിയുടെ ഫ്ലൈറ്റിൽ കയറി പോയി. തൊട്ട് പിന്നാലെ ട്രംപും പോയി. ഇനി ട്രംപ് പുള്ളിയുടെ കൊട്ടാരത്തിൽ പോയിട്ട്, വൈറ്റ് ഹൗസിൽ പോയിട്ട് എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയാൻ മേല. പുള്ളി വല്ല അലമാരി ചവിട്ടി പൊളിക്കുകയോ ദേഷ്യം കൊണ്ട് പറഞ്ഞ കാര്യം നടന്നില്ലല്ലോ. അപ്പോൾ പോണ വഴിക്ക് എന്തെങ്കിലും ഡയലോഗ് അടിച്ചെന്ന് വരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വരെ. ഏതായാലും ഇന്ന് വൈകുന്നേരത്തിനകം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികൾ വീണ്ടും തുടരും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ബഹളങ്ങൾക്കും 500% വരെയുള്ള ഒരുപക്ഷെ അതിൽ കൂടുതലോ ആയ താരിഫുകൾക്കും വേണ്ടി കാത്തിരിക്കുകയല്ലാതെ നമുക്ക് തൽക്കാലം ഒന്നും ചെയ്യാനില്ല. താങ്ക് യു.